ഇനി നോക്കാം കാർഷിക വാർത്തകൾ. കൊപ്രയുടെ താങ്ങുവില വർദ്ധിപ്പിച്ച് കേന്ദ്രം. കൊപ്ര ക്വിൻ്റലിന് 445 രൂപയായി ഉയർത്തി. 12,027 രൂപയായി ഇതോടെ. 2026 സീസണിൽ കൊപ്രയുടെ താങ്ങുവില ക്വിൻ്റലിന് 445 രൂപ വർദ്ധിച്ച് 12,027 രൂപയായിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ. ഉണ്ടക്കൊപ്രയ്ക്ക് താങ്ങുവില ക്വിൻ്റലിന് 400 രൂപ ഉയർത്തി 12,500 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നാളികേര കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കാനും ഉൽപ്പാദനം ഉയർത്താനുമുള്ള നീക്കത്തിലാണ് കേന്ദ്രം. കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റസ് ആൻഡ് പ്രൈസിന്റെ ശുപാർശ പ്രകാരമാണ് ശരാശരി ഗുണനിലവാരം കണക്കിലെടുത്ത് അടിസ്ഥാന താങ്ങുവില നിശ്ചയിച്ചിരിക്കുന്നത്. നാഫെഡും നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനുമാണ് താങ്ങുവില അടിസ്ഥാനമാക്കി കൊപ്ര സംഭരിക്കാനുള്ള കേന്ദ്ര നോഡൽ ഏജൻസികൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാസവളങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം കേരളത്തിൽ കർഷകർ കടുത്ത വെല്ലുവിളി നേരിടുന്നതായി കൃഷിമന്ത്രി പി പ്രസാദ്. റാബി സീസണിന് ആവശ്യമായ വളം നൽകണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഈ റാബി സീസണിൽ രാസവളങ്ങളുടെ സമയബന്ധിതമായ ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര രാസവള വളമന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടതായി സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. നിലവിൽ രാസവളങ്ങളുടെ ലഭ്യതക്കുറവ് കാരണം കർഷകർ കടുത്ത വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വളങ്ങളുടെ ലഭ്യത പ്രശ്നം ഉൽപാദനക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കേന്ദ്ര രാസവള വളമന്ത്രി ജഗത് പ്രകാശ് നദ്ദയ്ക്കാണ് കേരളം കത്തയച്ചിരിക്കുന്നത്. രാസവളങ്ങളുടെ മൂവ്മെന്റ് സപ്ലൈ പ്ലാൻ അനുസരിച്ച് കേരളത്തിന് 43,180 ടൺ യൂറിയ, 44,900 ടൺ പൊട്ടാഷ്, 13,480 ടൺ ഫോസ്ഫേറ്റ് എന്നിവയാണ് അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിന് 18,164 ടൺ യൂറിയയും 23,803 ടൺ പൊട്ടാഷും 888 ടൺ ഫോസ്ഫേറ്റും മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇത് ആവശ്യമായ വിഹിതത്തിന്റെ 43% മാത്രമാണ്. ഈ കുറവ് നിലവിലുള്ള കാർഷിക പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് കേരളം കേന്ദ്രത്തിനുള്ള കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷക ഉൽപ്പാദക സംഘടനകൾക്കായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ FPO പദ്ധതി നീട്ടുന്നു. 2026 മുതൽ 2031 വരെ 5 വർഷത്തെ കൂടി പ്രവർത്തനം നീട്ടുമെന്ന് കേന്ദ്ര കൃഷി വകുപ്പ് സെക്രട്ടറി ദേവേശ് ചതുർവേദി പറഞ്ഞു. കർഷക ഉൽപ്പാദക സംഘടനകളുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ പിന്തുണ 5 വർഷത്തേക്ക് കൂടി ഉറപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ പദ്ധതി അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര കൃഷി സെക്രട്ടറി ദേവേശ് ചതുർവേദി പറഞ്ഞു. 52 ലക്ഷം കർഷകരെ പദ്ധതിയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. AFPOകളുടെ ശേഷി വർദ്ധിപ്പിക്കുകയും മൂലധനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വലിയ വിപണികളിലേക്ക് പ്രവേശനം നേടാനും മത്സരം ശക്തിപ്പെടുത്താനും കർഷകർക്ക് FPO വഴി സാധിക്കുന്നുണ്ട്. 10,000 FPOകൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2020 ഫെബ്രുവരിയിലാണ് ഈ പദ്ധതിക്ക് തുടക്കമായത്. കമ്പനി നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നതാണ് FPOകൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.